ഇന്ന് പുറത്തു വന്ന 3 ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇഷാൻ കിഷൻ ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഇഷാൻ ബൈക്കിൽ നിന്ന് വീണിരിക്കുകയാണ്. താരത്തിന് 2 ആഴ്ചത്തെ വിശ്രമമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൽ നിന്ന് ഇഷാൻ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഇഷാന് പകരം അഭിമന്യു ഈശ്വറിനെ ടീമിന്റെ ക്യാപ്റ്റനാക്കും. തുലിഫ് ട്രോഫി ടൂർണമെന്റിലെ ഈസ്റ്റ് സോണിന്റെ ക്യാപ്റ്റനായിരുന്നു ഇഷാൻ. അപ്രതീക്ഷിതമായിട്ടാണ് ഇഷാന് ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റത്. അടുത്തൊരു അപ്ഡേറ്റ് ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. സർപ്രൈസായിട്ട് ശുഭ്മാൻ ഗില്ല് ടീമിലുണ്ടായിരുന്നു. പോരാത്തതിന് ഗില്ലിനെ വൈസ് ക്യാപ്റ്റനുമാക്കി. ഇപ്പോൾ ഇതാ ഏഷ്യ കപ്പിന്റെ പ്ലേയിങ് 11-ൽ സഞ്ജുവിന്റെ പേര് ഉണ്ടായിരിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലായിരിക്കും സ്ഥാനം. ഗില്ലിനെ ഓപ്പണിംഗിൽ കളിപ്പിക്കാനാണ് അവരുടെ പദ്ധതി. ഗില്ലും അഭിഷേകുമായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത്. ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയതുകൊണ്ട് എല്ലാ മാച്ചിലും ഗില്ലിനെ കളിപ്പിക്കാൻ സാധിക്കും. BCCIയുടെ ഒരു തന്ത്രമായിരുന്നു ഇത്. സഞ്ജുവിനെ നൈസിൽ ഒഴിവാക്കാനാണ് അവരുടെ പദ്ധതി. അവസാനത്തെ T20കൾ നോക്കിയാൽ സഞ്ജുവിന്റെ പ്രകടനം നമുക്ക് കാണാൻ സാധിക്കും. T20യിൽ കഴിവ് തെളിയിച്ച താരമാണ് സഞ്ജു സാംസൺ. അടുപ്പിച്ച് ഒരുപാട് സെഞ്ചുറികൾ സഞ്ജു അടിച്ചിട്ടുണ്ട്. മറ്റൊരു ഇന്ത്യൻ താരത്തിന് പോലും ഈ റെക്കോർഡില്ല. എന്നിട്ടും സഞ്ജുവിനെ തടയാനാണ് BCCIയുടെ പദ്ധതി. ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയത് BCCIയുടെ ചതി തന്നെയാണ്. അടുത്തൊരു അപ്ഡേറ്റ് IPL ട്രേഡുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു ഏത് ടീമിലേക്ക് പോകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സഞ്ജുവിന് വേണ്ടി CSKയും RCBയും രംഗത്തുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു ടീം സഞ്ജുവിനുമായിട്ട് ട്രേഡ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൊൽക്കത്തയാണ് സഞ്ജുവിനെ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. കൊൽക്കത്തയിൽ നിന്ന് രഘുവംശി അല്ലെങ്കിൽ രമൺദീപ് സിംഗ്, ഇവരിൽ ഒരാളെയാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളത് പൈസയായിട്ടും കൊടുക്കണം. ഇവർക്ക് 3 അല്ലെങ്കിൽ 4 കോടി മാത്രമേ പ്രൈസ് ഉള്ളൂ. ബാക്കി പൈസ കൊൽക്കത്ത കൊടുക്കണം. എന്നാലും കൊൽക്കത്തയ്ക്ക് ഇത് ബിഗ് ഡീലാണ്. കാരണം സഞ്ജുവിനെ പോലെ ഒരു വലിയ താരത്തെയാണ് കിട്ടാൻ പോകുന്നത്. ലേലത്തിൽ വന്നാലും സഞ്ജുവിന് ഇതിനേക്കാൾ കോടികൾ കിട്ടുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് സഞ്ജുവിനെ ട്രേഡ് ചെയ്യാനാണ് കൊൽക്കത്ത ഒരുങ്ങുന്നത്. കൊൽക്കത്തയുമായിട്ട് ട്രേഡ് നടക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. സഞ്ജു കൂടുതലും കൊൽക്കത്തയിലായിരിക്കും അടുത്ത IPLൽ കളിക്കാനും പോകുന്നത്. ചിലപ്പോൾ കൊൽക്കത്തയുടെ ക്യാപ്റ്റൻ വരെ സഞ്ജു ആയേക്കും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.